പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ഇത്തരം ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇടം ചോദിച്ച് ഒരു അധ്യാപകനും വിദ്യാർത്ഥികളും അവിടേക്ക് വരുന്നു. അത് ആ ഒരു അനുവാദം നൽകാൻ കഴിയില്ല എന്നവർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായില്ല എന്ന് അബ്ദുള്ള പറയുമ്പോൾ പോലും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ അടക്കം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്തരം സംഘർഷങ്ങൾ എന്തിനവിടെ സൃഷ്ടിച്ചു? കാരണം നിസാരമായി ഒന്ന് നിസ്കരിക്കാൻ മാത്രമാണ് തങ്ങൾ അവിടെ എത്തിയതെങ്കിൽ സംഘർഷം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതിന് പിന്നാലെ ഇത്തരം ശൗചാലയത്തിൽ നിന്ന് ഊറാറ പോലെയുള്ള ഒരു വിശുദ്ധ വസ്തു കണ്ടെത്തുക, മറ്റൊന്ന് മോഷണപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു വിഷയം, കാരണം ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം നിസാര പ്രകോപനം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമായി ഇതിനെ കാണാൻ സാധിക്കുമോ? കാരണം ഒരു വലിയൊരു വിശ്വാസ സമൂഹത്തെ തന്നെ അവഹേളിക്കുന്ന ഒരു സംഭവമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഞാനിതിന് മറുപടി പറയാം. അവിടെ ഇടവക ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്ക് അവിടെ ഐക്യമില്ല. കുറെ പേര് ഞാൻ മറുപടി പറയാം. അല്ലല്ല, എന്നോടാണ്, ഞാൻ മറുപടി പറയട്ടെ പ്ലീസ്. നിങ്ങൾ പറഞ്ഞു കേട്ടു, ഞാൻ മറുപടി പറയട്ടെ. അതായത് ഈ അവിടുത്തെ സംഭവത്തില് ഒരു നാച്ചുറൽ ആയിട്ട് നടന്ന ഒരു ഇവന്റ് അല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു അഭ്യാസമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനെ നാച്ചുറൽ ആക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ ടക്കിയ ഒന്നും നമ്മുടെ അടുത്ത് വിലപ്പമില്ല. ടക്കിയയെ അതേ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പം പ്രശ്നത്തില് ഒരു ഇടയലേഖനം ഇറക്കിയിരുന്നെങ്കിൽ കൃത്യമായി ഈ ജിഹാദി അഗ്രഷൻ, വഖഫിന്റെ അഗ്രഷൻ, കോൺഗ്രസിന്റെ അഗ്രഷൻ, ഇന്ത്യ അലയൻസിന്റെ അഗ്രഷൻ, ലീഗിന്റെയും SDP-യുടെ അഗ്രഷൻ, ഇതിനെതിരെ ഈ കൃത്യമായ ഒരു ഇടയലേഖനം ഇറക്കിയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകുകയില്ലായിരുന്നു. സഭ ബാക്ക് ഫുട്ടിൽ നിൽക്കുകയാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് സഭകളും മെത്രാനിച്ചന്മാരും കൃത്യമായ ഒരു ഇടയലേഖനം ഇറക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ധൈര്യം ജിഹാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. സഭ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. സഭാധികാരികൾ, കേരള കോൺഗ്രസ്, ഇന്ത്യ അലയൻസ്, കത്തോലിക്ക കോൺഗ്രസ്, KCVM ഇവരെല്ലാം ഒളിച്ചിരിക്കുകയാണ്, പേടിച്ചൊളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കാലം ഒളിച്ചിരിക്കും? അപ്പൊ നിങ്ങൾ മുന്നോട്ട് വന്ന് ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ മേലെ മൂവാറ്റുപുഴ കോളേജിൽ നിസ്കരിക്കാൻ ശ്രമിച്ചു. പല സ്ഥാപനങ്ങളിലും ഈ പ്രശ്നങ്ങൾ റെഗുലർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ചില ന്യൂസുകളെ പുറത്തു വരുന്നുള്ളൂ. അപ്പൊ സഭ കൃത്യമായിട്ടോടെ ഇടയലേഖനം ഇറക്കി ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഒരു കാരണവശാലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ പരിപാടികൾ സമ്മതിക്കത്തില്ല, അങ്ങനെ ആവശ്യമുള്ളവര് അവരുടെ സ്ഥാപനങ്ങളിൽ പൊക്കോണം, ഇവിടെ നടക്കില്ല എന്ന ഒരു ഇടയലേഖനം എല്ലാ സഭകളും കൂടെ എക്യുമെനിക്കൽ ചർച്ച ഇറക്കിയാൽ ഇതിന് പരിഹാരം കാണും. പക്ഷെ അതിനുള്ള ധൈര്യം എന്തുകൊണ്ടോ സഭയിലെ ബിഷപ്പുമാർ കാണിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇപ്പൊ ഊറാലേ പോയുള്ളൂ, ഇനി ലോക പോകും, കന്യാസ്ത്രീയുടെ തലമുണ്ട് പോകും, മെത്രാന്റെ വടിയും തൊപ്പിയും അരക്കെട്ടും ഒക്കെ അരപ്പട്ടയും എല്ലാം ഒക്കെ പോകും. എന്നാലും ഇടയലേഖനം വരത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും സഭാധികാരികൾ പേടിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സഭാധികാരികൾ ധൈര്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള അഗ്രഷൻസിന്റെ ഈ ടർക്കി ഖിലാഫത്ത് പരിപാടികളെ നേരത്തെ തന്നെ നേരിടണം. കാരണം ഇവിടെ ഖിലാഫത്ത് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയതുണ്ട്. അതായത് സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ നിർത്തിയാണ് ഇപ്പൊ പല അഭ്യാസവും നടക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ വാപ്പ 2.5 വർഷമായിട്ട് ജയിലില്ല, ബീഹാർ ജയിലില്ല, PFI SDP ടീമുകളെല്ലാം ജയിലില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ത്രീകളും കുട്ടികളും പല ഓപ്പറേഷൻസിലും മുമ്പിൽ നിൽക്കാൻ തുടങ്ങി. കുട്ടികളെ വിട്ട് ചോദിപ്പിക്കുക, കുട്ടികളെ വണ്ടി ഓടിപ്പിച്ച് അച്ഛനെ ഇടിക്കാൻ ശ്രമിക്കുക, കുട്ടികളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുക. അതിന്റെ ഒരു കാരണം, കേസ് വന്നാലും ശിക്ഷയില്ല, പിള്ളേർക്ക് മൈനർ ആയതുകൊണ്ട് ശിക്ഷയില്ല. അപ്പൊ പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ പല കാര്യങ്ങളും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ, ട്രെയിൻഡ് ആയിട്ടും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ പുറകില് സ്ത്രീകളെ അണിനിർത്തുന്നുണ്ട്. ഇത് പലസ്തീനിൽ ഇവർ കാണിച്ച തന്ത്രമാണ്. ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ പലസ്തീനിൽ കാണിക്കുന്ന അഭ്യാസമാണ്. സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ നിർത്തി പല കാര്യങ്ങളും ചെയ്തിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാം. അതുകൊണ്ട് ആ ടക്കിയായെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഗവൺമെന്റ് അന്വേഷണം നടത്തണം. ഇത് ഒരിടത്ത് മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതിന് LDF-ന്റെയും UDF-ന്റെയും കേരളത്തിലെ മീഡിയയുടെയും പിന്തുണയുണ്ട്. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് സഭ പ്രതികരിക്കണം, മെത്രാന്മാർ പ്രതികരിക്കണം. അതുപോലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി ആയിട്ട് ആണ് ചില പള്ളി കമ്മിറ്റികൾ നടക്കുന്നത്, അവരും തിരുത്തണം. കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി അല്ല പള്ളി കമ്മിറ്റി. പള്ളി കമ്മിറ്റിയിൽ വിശ്വാസികളാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവൻ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ ഇരിക്കണം. പള്ളി കമ്മിറ്റിയിൽ കോൺഗ്രസ്സുകാരെയും കേരള കോൺഗ്രസ്സുകാരെ ഇരുത്തിയാൽ പറ്റുന്ന ദുരന്തമാണ് ഇപ്പം ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻലി സെബാസ്റ്റ്യൻ, നമുക്കറിയാം വിശ്വാസി സമൂഹം എല്ലാം പറയുന്നത്, അതായത് ക്രൈസ്തവ വിശ്വാസികൾ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം കൂടുതലായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല. കാരണം നിസ്കരിക്കാൻ ചെന്നു, അതിന് അനുവാദം നൽകിയില്ല എന്ന പേരിൽ
പ്രകോപനം ഉണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല ഇത്. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. കാരണം കുമ്പസാരക്കൂട്ടിനടുത്താണ് ഊറാറ സൂക്ഷിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും ഒരു മോഷണ ശ്രമം മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മത വിഭാഗത്തെ മുഴുവനും അവഹേളിക്കാൻ കരുതിക്കൂട്ടി ചെയ്തൊരു സംഭവം അല്ലെങ്കിൽ ഒരു നീക്കമായിട്ടാണ് അവർ ഇതിന് വിശ്വസിക്കുന്നത്. അത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി സംഭവിക്കാൻ പോകുന്ന പറയാം, ഇപ്പൊ 6 ഏരിയയിൽ ഓൾറെഡി തന്നെ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ കുറയുകയാണ്. പലരും ഫോറിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്, നഴ്സിംഗ് ജോലിയും അങ്ങനെയൊക്കെ കിട്ടി ആ മേഖലയിൽ കംപ്ലീറ്റ് ആൾക്കാർ അവിടുന്ന് ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ സൂത്രത്തിൽ പേടിപ്പിച്ച് അവരുടെ വസ്തുവകകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്താനുള്ള ഒരു തന്ത്രം അനദർ ടക്കിയ. അത്രേ ഉള്ളു കാര്യം. അതിനെ നേരിടേണ്ടത് സഭയാണ്, മെത്രാന്മാരാണ്, സഭാവിശ്വാസികളാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്ന് വേണം അത് ചെയ്യാൻ. അല്ലാതെ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുകയോ അക്രമം കാണിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ പള്ളിയിൽ കയറിയാലും ഇത്രയേ ഉള്ളൂ, മരത്തിൽ കയറിയാലും ഇത്രയേ ഉള്ളൂ, വിശുദ്ധ വസ്ത്രം എടുത്ത് കളഞ്ഞാലും ഇത്രയേ ഉള്ളൂ എന്ന് ഒരു സൈക്കോളജിക്കൽ വാറാണ് അവിടെ നടത്തി നോക്കിയത്. അതുപോലെ ആരൊക്കെയാണ് ഇതിൽ പ്രതികരിക്കുന്നത് അവരെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അവിടെ ലോക്കലിൽ ആരെങ്കിലും ഇമോഷണലായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ സ്കെച്ച് ചെയ്യാം. അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ടെസ്റ്റ് ഡോസുകളാണ് ഇവർ പല സ്ഥലത്തും നടത്തുന്നത്. നമ്മൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എത്ര പേര് കൂടെ നിൽക്കും, എത്ര പേര് നിൽക്കത്തില്ല, ഇവിടെ എന്തൊക്കെ ചെയ്യാവുന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യയിലും പല സ്ഥലത്തും ഈ 1400 വർഷമായിട്ട് ജിഹാദികൾ ഇത് കൂട്ട് തറ നമ്പറുകളൊക്കെ പല സ്ഥലത്തും ഇറക്കിയിട്ടുള്ളതാണ്. അതിലൊരു തറ നമ്പർ എന്നുള്ളത് ഇതിന്റെ അകത്തുള്ളൂ. പള്ളി എന്താണേലും ശക്തമായി ഒരു ഇടയലേഖനത്തിലൂടെ എക്യുമെനിക്കൽ ചർച്ച് കേരളത്തിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു ഇടയലേഖനം ഇറക്കണം. ഇല്ലെങ്കിൽ ഭീരുക്കളെന്ന് ചരിത്രം മുദ്ര കുത്തും.